ദുബായിൽ ബൈക്ക് ഡെലിവറി ഡ്രൈവർക്ക് തൊഴിലവസരം. അൽ ഗസൽ ടൂർസ് ആൻഡ് ട്രാവൽസ്, ഫസ്റ്റ് ഫ്ലോർ, AVH കോംപ്ലക്സ്, പെരിന്തൽമണ്ണ റോഡ്, പട്ടാമ്പി. നമസ്കാരം, STV ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ ശക്തമായ ത്രികോണ മത്സരമുണ്ടാകുമെന്ന് BJP സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ. നിലമ്പൂർ തെരഞ്ഞെടുപ്പ് നഷ്ടപ്പെട്ട ദശകത്തിന്റെ ഉദാഹരണം. 9 വർഷം LDF സർക്കാർ ഒന്നും ചെയ്തില്ല. അതിനുള്ള എതിർപ്പായിരുന്നു അൻവറിന്റെ രാജിയെന്നും NDAക്ക് മികച്ച സ്ഥാനാർത്ഥി ഉണ്ടാകുമെന്നും രാജീവ് ചന്ദ്രശേഖർ. വിജ്ഞാന കേരളം പാലക്കാട് ജില്ലാതല കൗൺസിൽ രൂപീകരിച്ചു. കേരളത്തിന്റെ സമ്പദ്ഘടനയെ വിജ്ഞാന സമ്പദ്ഘടനയായി വിപുലപ്പെടുത്തുകയാണ് സംസ്ഥാന വികസനത്തിന്റെ അടുത്ത ഘട്ടമെന്ന് മന്ത്രി MP രാജേഷ്. വിജ്ഞാന കേരളം മുഖേന അടുത്ത 1 വർഷം കൊണ്ട് തൊഴിൽ മേഖലയിൽ അത്ഭുതകരമായ മാറ്റം സൃഷ്ടിക്കാൻ കഴിയുമെന്നും മന്ത്രി. ദേശീയപാത വിവാദം. സുരേഷ് ഗോപിക്കെതിരെ മന്ത്രി R. ബിന്ദു. ദേശീയപാത നിർമ്മാണം കേന്ദ്ര സർക്കാരിന് കീഴിലുള്ള നാഷണൽ ഹൈവേ അതോറിറ്റിയുടെ നിയന്ത്രണത്തിൽ. DPR അട്ടിമറിക്കപ്പെട്ടെന്ന് തൃശൂർ MP ഉൾപ്പെടെയുള്ളവർ പറയുമ്പോൾ അതിന് ഉത്തരവാദികൾ ആരെന്നും ചൂണ്ടിക്കാണിക്കാൻ തയ്യാറാകണമെന്നും മന്ത്രി R. ബിന്ദു. കനത്ത മഴയിൽ പരക്കെ നാശനഷ്ടം. കോട്ടായി മേഖലയിൽ നിരവധി വീടുകൾ തകർന്നു. പിരായിരിൽ പമ്പ് ഹൗസ് തകർന്ന് കുടിവെള്ള വിതരണം മുടങ്ങി. പഴയന്നൂരിൽ കുഴൽക്കിണർ മോട്ടോറിൽ നിന്ന് ഷോക്കേറ്റ് വയോധികൻ മരിച്ചു. വാർത്തകൾ വിശദമായി. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ ശക്തമായ ത്രികോണ മത്സരമുണ്ടാകുമെന്ന് BJP സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ. ഉപതെരഞ്ഞെടുപ്പുണ്ടായത് CPM MLA രാജിവെച്ചതുകൊണ്ടാണ്. നഷ്ടപ്പെട്ട ദശകത്തിന്റെ ഉദാഹരണമാണ് ഉപതെരഞ്ഞെടുപ്പ്. 9 വർഷം LDF സർക്കാർ ഒന്നും ചെയ്തില്ല. അതിനോടുള്ള എതിർപ്പായിരുന്നു അൻവറിന്റെ രാജിയെന്നും രാജീവ് ചന്ദ്രശേഖർ തൃശ്ശൂരിൽ പറഞ്ഞു. അതല്ല ഞാൻ പറഞ്ഞു, ഈ ഒരു ബൈ ഇലക്ഷൻ 6 മാസമേ ഉള്ളൂ. ഈ ബൈ ഇലക്ഷൻ്റെ ടേം അത് ആരാണ് ഇതിൻ്റെ ഈ ബൈ ഇലക്ഷൻ്റെ കാരണം എന്താണ്? അത് CPMൻ്റെ തന്നെ ഒരു MLA രാജിവെക്കുന്നു. ഈ നഷ്ടപ്പെട്ട ദശകത്തിൻ്റെ ഒരു കാരണമല്ലേ ഈ നിലമ്പൂർ ബൈ ഇലക്ഷൻ. ഇതുവരെ ഈ 9 കൊല്ലം ഈ നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് ജനങ്ങൾ ഒരു അവസരം കൊടുത്തപ്പോൾ എന്താണ് അദ്ദേഹം ചെയ്തത്? അതിനെ എതിർത്തിട്ടല്ലേ അവിടുത്തെ MLA രാജിവെച്ചത്. നിലമ്പൂരിൽ ഉപതെരഞ്ഞെടുപ്പിലേക്ക് നയിച്ച സാഹചര്യം ജനങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടെന്ന് രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു. ജനം അതിനനുസരിച്ച് മറുപടി നൽകും. NDAക്ക് മികച്ച സ്ഥാനാർത്ഥിയുണ്ടാകും. കോർ കമ്മിറ്റി യോഗത്തിന് ശേഷമായിരിക്കും തീരുമാനം. 60 വർഷത്തെ കേരളത്തിലെ നെറുകെട്ട രാഷ്ട്രീയം കണ്ട ജനങ്ങൾക്ക് മടുത്തെന്നും രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു. ഇതിനെതിരെയുള്ള വിധിയാണ് നിലമ്പൂരിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. മാറ്റത്തിനായി ജനം വോട്ട് ചെയ്യുമെന്ന് രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു. അല്ല, മൊത്തം കേരളത്തിൽ സ്ഥിതി അത് നിലമ്പൂരിലും ഉണ്ടല്ലോ. അവിടെയും വികസനം നടന്നിട്ടില്ല. വികസിത കേരളം എന്ന് പറഞ്ഞ് ഒരു കാഴ്ചപ്പാടും ഞങ്ങളൊരു ലക്ഷ്യം, ഒരു ദൗത്യം എന്ന് പറഞ്ഞ് മുമ്പോട്ട് വയ്ക്കുമ്പോൾ ജനങ്ങളുടെ ഒരു അക്സെപ്റ്റൻസ് കാണുന്നുണ്ട്. ജനങ്ങൾക്കും വേണം ഒരു മാറ്റം. ഞങ്ങൾ പറഞ്ഞ മാറ്റമല്ലേ ഇപ്പോൾ മിന്നാന്ന് നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും മാറണം എന്നെല്ലാം പറയുന്നത്. അത് മാറ്റം ജനങ്ങൾക്ക് വേണം, വികസനം വേണം. അത് ഞങ്ങൾ കാണുന്നത് ഞങ്ങളുടെ ലക്ഷ്യമാണ്. രാഷ്ട്രീയ ലക്ഷ്യം മാത്രമല്ല, നാടിനെ നന്നാക്കാനും നാടിനെ മുമ്പോട്ട് കൊണ്ടുപോകാൻ അത് ആണ് BJPൻ്റെ ഒരു കാഴ്ചപ്പാടും ലക്ഷ്യം. ന്യൂസ് ബ്യൂറോ, തൃശ്ശൂർ. കേരള സമ്പദ്ഘടനയെ വിജ്ഞാന സമ്പദ്ഘടനയായി വിപുലപ്പെടുത്തുകയാണ് കേരള വികസനത്തിന്റെ അടുത്ത ഘട്ടമെന്ന് മന്ത്രി MP രാജേഷ്. വിജ്ഞാന കേരളം ജില്ലാതല കൗൺസിൽ രൂപീകരണ യോഗം പാലക്കാട് കളക്ട്രേറ്റ് കോൺഫറൻസ് ഹാളിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. വിജ്ഞാന കേരളം മുഖേന അടുത്ത 1 വർഷം കൊണ്ട് തൊഴിൽ മേഖലയിൽ അത്ഭുതകരമായ മാറ്റം സൃഷ്ടിക്കാൻ കഴിയുമെന്ന് മന്ത്രി പറഞ്ഞു. ഈ നേട്ടം ജില്ലയ്ക്കും കൈവരിക്കാനാകണം. ദേഹാധ്വാനമുള്ള തൊഴിൽ തിരഞ്ഞെടുക്കുന്നതിൽ പലരും കാണിക്കുന്ന വൈമുഖ്യത ഒഴിവാക്കണമെന്ന് യോഗത്തിൽ അധ്യക്ഷത വഹിച്ച വൈദ്യുതി വകുപ്പ് മന്ത്രി K. കൃഷ്ണൻകുട്ടി അഭിപ്രായപ്പെട്ടു. പുതിയ തൊഴിലിടങ്ങളിൽ ജോലി ചെയ്യാനുള്ള പ്രാപ്തി വിദ്യാർത്ഥികളിൽ ഉണ്ടാക്കിയെടുക്കാൻ വിജ്ഞാന കേരളത്തിലൂടെ കഴിയുമെന്ന് വിജ്ഞാന കേരളം അഡ്വൈസർ ഡോക്ടർ TM തോമസ് ഐസക് അഭിപ്രായപ്പെട്ടു. MLAമാരായ KD പ്രസേനൻ, K. ശാന്തകുമാരി, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് K. ബിനുമോൾ, വിജ്ഞാന കേരളം കൺസൾട്ടന്റ് ഡോക്ടർ P. സരിൻ, കില ഫെസിലിറ്റേറ്റർ ഡോക്ടർ രാജേഷ്, ADM K. സുനിൽകുമാർ, തദ്ദേശ സ്വയംഭരണ വകുപ്പ് ജോയിന്റ് ഡയറക്ടർ ഇൻചാർജ് ജലജ, വിവിധ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റുമാർ, ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു.
ന്യൂസ് ബ്യൂറോ, പാലക്കാട്. ദേശീയപാത വിവാദത്തിൽ സുരേഷ് ഗോപിക്കെതിരെ മന്ത്രി ആർ ബിന്ദു. ദേശീയപാത നിർമ്മാണം കേന്ദ്ര സർക്കാരിന് കീഴിലുള്ള നാഷണൽ ഹൈവേ അതോറിറ്റിയുടെ നിയന്ത്രണത്തിലാണ് നടക്കുന്നതെന്ന് ആർ ബിന്ദു തൃശൂരിൽ പറഞ്ഞു. DPR അട്ടിമറിക്കപ്പെട്ടു എന്ന് തൃശൂരിൻ്റെ MP ഉൾപ്പെടെയുള്ളവർ പറയുമ്പോൾ അതിന് ഉത്തരവാദികളായവർ ആര് എന്ന് കൃത്യമായി മനസ്സിലാക്കി അത് ചൂണ്ടിക്കാണിക്കാൻ തയ്യാറാകണം. ദേശീയപാതയുടെ അവകാശവാദം അടിസ്ഥാനരഹിതമായ ഒന്നല്ല. ദേശീയപാത നിർമ്മാണം സമര കോലാഹലങ്ങളിലും സാങ്കേതിക കുരുക്കിലും പെട്ട് നിലച്ച കാലത്ത് നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫീസ് പൂട്ടിപ്പോയപ്പോൾ സംസ്ഥാന ഖജനാവിൽ നിന്നാണ് 5000 കോടിയിൽ പരം രൂപ ചിലവഴിച്ച് ഭൂമി ഏറ്റെടുക്കൽ നടത്തിയതെന്ന് മന്ത്രി ആർ ബിന്ദു പറഞ്ഞു. തൃശൂരിൽ നടന്ന എൻ്റെ കേരളം സമാപന ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. ഇപ്പം നോക്കൂ, നാഷണൽ ഹൈവേ പൊളിഞ്ഞതിൻ്റെ ഭാഗമായിട്ടുണ്ടാകുന്ന വിവാദം, നാഷണൽ ഹൈവേയുടെ അവകാശവാദം, അത് അടിസ്ഥാനരഹിതമായ ഒന്നല്ല എന്ന് വളരെ വ്യക്തമായി പ്രഖ്യാപിക്കാൻ ഞാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ്. നാഷണൽ ഹൈവേ വികസനം സാങ്കേതിക കുരുക്കുകൾ കൊണ്ടും സമരപ്രക്ഷോഭങ്ങൾ കൊണ്ടും വഴിമുട്ടി നിന്നിരുന്നൊരു കാലത്ത് നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫീസ് പൂട്ടിപ്പോയൊരു സമയത്ത് 5000 കോടി രൂപയിൽ പരം തുക ഭൂമി ഏറ്റെടുക്കുന്നതിന് കേരള സംസ്ഥാന ഖജനാവിൽ നിന്ന് നൽകുകയും സമരപ്രക്ഷോഭങ്ങളെ നേരിട്ടുകൊണ്ട് നിശ്ചയദാർഢ്യത്തോടെ ആ പദ്ധതിക്ക് സ്ഥലമെടുക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുകയും ചെയ്തത് തീർച്ചയായും 100% കേരള സർക്കാരാണ് എന്ന് ഏറ്റവും അഭിമാനത്തോടു കൂടി തന്നെ ഇവിടെ പറയാൻ ഞാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ്. അങ്ങനെ അതിനു വേണ്ടുന്ന എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കുമ്പോൾ തന്നെ നാഷണൽ ഹൈവേയുടെ നിർമ്മാണ ചുമതല ഏത് കൊച്ചുകുട്ടിക്കും അറിയാവുന്നതുപോലെ നാഷണൽ ഹൈവേ വികസന അതോറിറ്റിക്കാണ് എന്നുള്ളത് ഏവർക്കും അറിയാവുന്ന കാര്യമാണ്. അതിൻ്റെ നിർമ്മാണം സമ്പൂർണ്ണമായും കേന്ദ്ര ഗവൺമെൻറ്റിന് കീഴിലുള്ള നാഷണൽ ഹൈവേ അതോറിറ്റിയുടെ നേതൃത്വത്തിലാണ് നടക്കുന്നത്. അപ്പോൾ നമ്മുടെ തൃശ്ശൂരിൽ നിന്നുള്ള MP ഉൾപ്പെടെ അതിൻ്റെ DPR അട്ടിമറിക്കപ്പെട്ടു എന്ന് പറയുമ്പോൾ അതിനുത്തരവാദികളായവർ ആര് എന്ന് കൃത്യമായി മനസ്സിലാക്കി അത് ചൂണ്ടിക്കാണിക്കാനാണ് തയ്യാറാകേണ്ടത് എന്ന് സവിനയം ബന്ധപ്പെട്ടവരോട് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ന്യൂസ് ബ്യൂറോ, തൃശൂർ. CPI ചേലക്കര മണ്ഡലം സമ്മേളനത്തിന്റെ പ്രതിനിധി സമ്മേളനം തിരുവില്ലാമല വ്യാപാര ഭവനിലെ രമ്യ രാമു നഗറിൽ നടന്നു. കഴിഞ്ഞ ദിവസം കിള്ളിമംഗലത്ത് റെഡ് വളണ്ടിയർ മാർച്ചും പൊതുസമ്മേളനവും സംഘടിപ്പിച്ചിരുന്നു. രക്തസാക്ഷി മണ്ഡപത്തിൽ പുഷ്പാർച്ചനയ്ക്ക് ശേഷം ആരംഭിച്ച പ്രതിനിധി സമ്മേളനം CPI സംസ്ഥാന അസിസ്റ്റന്റ് സെക്രട്ടറി PP സുധീർ MP ഉദ്ഘാടനം ചെയ്തു. അംഗീകരിച്ചു കൊടുത്തുകൊണ്ട് തന്നെ ഈ സമ്മേളന നടപടികൾ പൂർത്തീകരിക്കുക എന്നുള്ളതാണ് നമ്മുടെ പാർട്ടി ചെയ്തു വരുന്നത്. പുരുഷ പാർട്ടികളിൽ നിന്ന് നമ്മുടെ പാർട്ടിക്കുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വ്യത്യാസങ്ങളിൽ ഒന്ന് ഇത് തന്നെയാണ് എന്ന് കഴിഞ്ഞ കാല സമ്മേളനങ്ങളിലൊക്കെ പങ്കെടുത്ത അനുഭവം കൊണ്ട് എനിക്ക് ബോധ്യമുണ്ടാകും. എന്നാൽ ഇടക്കാലത്ത് നമ്മുടെ പാർട്ടിയുടെ സമ്മേളനങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് അനാവശ്യമായി വിവാദങ്ങൾ ഉണ്ടാക്കുന്നതിന് വേണ്ടി വാർത്താമാധ്യമങ്ങൾ പ്രത്യേകിച്ച് കേരളത്തിൽ പാർട്ടി സമ്മേളനങ്ങളിൽ ജനാധിപത്യപരമായ അവകാശങ്ങൾ നിഷേധിക്കുന്നു, തെരഞ്ഞെടുപ്പുകൾക്ക് വിലക്കേർപ്പെടുത്തി ഏകപക്ഷീയമായി പാനൽ അംഗീകരിക്കണം അല്ലെങ്കിൽ സമ്മേളനം പിരിച്ചുവിടും, അങ്ങനെയൊക്കെ അവാസ്തവമായ കാര്യങ്ങൾ, പാർട്ടി ഒരിക്കലും ചർച്ച ചെയ്തിട്ട് പോലുമില്ലാത്ത, ഒരിക്കലും തീരുമാനിക്കാൻ കഴിയാത്ത കാര്യങ്ങൾ, പാർട്ടി ഭരണഘടനയ്ക്ക് എതിരായി അതിന് വിരുദ്ധമായ കാര്യങ്ങൾ. സംഘാടക സമിതി കൺവീനർ P ശ്രീകുമാർ അധ്യക്ഷത വഹിച്ചു. CPI സംസ്ഥാന കൗൺസിൽ അംഗം KP സന്ദീപ് മുഖ്യപ്രഭാഷണം നടത്തി. ഷീല വിജയകുമാർ, MR സോമനാരായണൻ, EM സതീശൻ, സംഘാടക സമിതി ചെയർമാൻ KR സത്യൻ, മണ്ഡലം സെക്രട്ടേറിയറ്റ് അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു. പൊതുസമ്മേളനവും റെഡ് വളണ്ടിയർ മാർച്ചും കഴിഞ്ഞ ദിവസം കിള്ളിമംഗലത്ത് സംഘടിപ്പിച്ചിരുന്നു. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. കനത്ത മഴയിൽ കോട്ടായി മേഖലയിൽ പരക്കെ നാശനഷ്ടം. നിരവധി വീടുകൾ തകർന്നു, കിണർ ഇടിഞ്ഞു താഴ്ന്നു. ഭിരായിരിയിൽ പമ്പ് ഹൗസ് തകർന്നതോടെ കുടിവെള്ള വിതരണം മുടങ്ങി. കോട്ടായി മേഖലയിൽ കനത്ത നാശനഷ്ടമാണ് മഴയിലുണ്ടായത്. ചേന്നങ്ങാട് തെക്കിൻകര മണ്ഡലക്കോട് വീട്ടിൽ പാറുവമ്മയുടെ വീടിന് മുകളിലൂടെ മരം വീണു. വീട് തകർന്നു, ആളപായമില്ല. എന്നാൽ ലക്ഷങ്ങളുടെ നാശനഷ്ടം സംഭവിച്ചിട്ടുണ്ട്. കോട്ടായി ചെമ്പെ ആലിക്കൽ തൊടി രാധാകൃഷ്ണൻ്റെ വീട്ടുവളപ്പിലെ കിണർ വൻ ശബ്ദത്തോടെ ഇടിഞ്ഞു തകർന്നു. ആൾമറയുൾപ്പെടെ താണുപോയിട്ടുണ്ട്. പിരായിരിയിൽ കനത്ത മഴയിൽ വലിയ നാശനഷ്ടമുണ്ടായി. പമ്പ് ഹൗസ് തകർന്നു. ഇതോടെ കുടിവെള്ള വിതരണം മുടങ്ങുന്ന അവസ്ഥയാണ്. ശനിയാഴ്ചയുണ്ടായ കനത്ത മഴയിലാണ്
വാട്ടർ അതോറിറ്റിയുടെ പിരായിരി 7-ാം വാർഡിലെ മോഴിപ്പുലം പമ്പ് ഹൗസ് തകർന്നു വീണത്. പുതുക്കിപ്പണിയുന്നതുവരെ 7-ാം വാർഡിൽ ജലവിതരണം മുടങ്ങും. പുതുക്കിപ്പണിയാനുള്ള നടപടികൾ ജല അതോറിറ്റി ഉടൻ കൈക്കൊള്ളുമെന്ന് വാട്ടർ അതോറിറ്റി പാലക്കാട് സെക്ഷൻ അസിസ്റ്റന്റ് എഞ്ചിനീയർ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, കോട്ടായി. ശക്തമായ മഴയിലും കാറ്റിലും പിരായിരിയിൽ കാറിന് മുകളിൽ മരം വീണു. പാലക്കാട് പൂടൂർ കോട്ടായി റൂട്ടിൽ പിരായിരി കൃഷ്ണ റോഡിലാണ് പ്രധാന പാതയോരത്തെ മരം കടപുഴകി പാതയോരത്ത് നിർത്തിയിട്ടിരുന്ന കാറിന് മുകളിൽ വീണത്. ആളപായമൊഴിവായത് ഭാഗ്യം കൊണ്ടാണ്. പ്രദേശത്ത് വൈദ്യുതി കമ്പിക്ക് മുകളിലേക്കും മരം പൊട്ടി വീണു. ആളപായമില്ല. പിരായിരി കൃഷ്ണ റോഡ് ഭാഗത്താണ് വൈദ്യുതി കമ്പിയിൽ വലിയ മരം കടപുഴകി വീണത്. ഇന്ന് രാവിലെ 9:30-ക്കാണ് സംഭവം. ന്യൂസ് ബ്യൂറോ, കോട്ടായി. കുഴൽക്കിണർ മോട്ടോറിൽ നിന്ന് ഷോക്കേറ്റ് വയോധികൻ മരിച്ചു. പഴയന്നൂർ വടക്കേത്തറയിൽ ഇന്നു രാവിലെയാണ് സംഭവം. പഴയന്നൂർ വടക്കേത്തറ നാരായണ സ്കൂളിന് സമീപം നന്നാട്ടുകുളം വീട്ടിൽ 65 വയസ്സുള്ള ഗുരുവായൂരപ്പനാണ് വീട്ടിലെ കുഴൽക്കിണറിൻ്റെ മോട്ടറിൽ നിന്ന് ഷോക്കേറ്റ് മരിച്ചത്. രാവിലെയാണ് സംഭവം. വീട്ടിലെ കുഴൽക്കിണർ മോട്ടറിലേക്ക് നൽകിയ വൈദ്യുതി കണക്ഷനിൽ നിന്നാണ് ഗുരുവായൂരപ്പന് ഷോക്കേറ്റത്. ഉടൻ തന്നെ പഴയന്നൂർ നവോദയ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ഇലക്ട്രിക്കൽ ജോലികളിൽ ആവശ്യമായ മുൻകരുതലുകൾ എടുക്കേണ്ടതിൻ്റെ പ്രാധാന്യം ഈ സംഭവം ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നു. സംഭവത്തെക്കുറിച്ച് കൂടുതൽ അന്വേഷണം നടന്നുവരികയാണ്. ന്യൂസ് ബ്യൂറോ, തൃശ്ശൂർ. കുന്നംകുളം വടക്കാഞ്ചേരി സംസ്ഥാന പാതയിൽ നിയന്ത്രണം വിട്ട പിക്കപ്പ് വാൻ മത്സ്യവില്പന കടയിലേക്ക് ഇടിച്ചു കയറി. അറവ് മാലിന്യവുമായി വരികയായിരുന്ന പിക്കപ്പ് വാനാണ് വടക്കാഞ്ചേരി കാഞ്ഞിരക്കോട് വളവിനു സമീപം പെട്ടി ഓട്ടോയുടെ പിറകിലെ ഇടിച്ച ശേഷം കടയിലേക്ക് പാഞ്ഞു കയറിയത്. മത്സ്യവില്പന കട പൂർണ്ണമായും തകർന്നു. ആളപായമില്ല. വർഷങ്ങൾക്കു ശേഷം കുളപ്പുള്ളി ബസ് സ്റ്റാൻഡിൽ തിങ്കളാഴ്ച ബസ്സുകൾ കയറി തുടങ്ങും. സ്റ്റാൻഡിലെ അനധികൃത പാർക്കിംഗ് പൂർണ്ണമായും ഒഴിവാക്കിയെന്നും ബസ് സ്റ്റാൻഡ് വികസനത്തിന് എല്ലാവരുടെയും സഹകരണം ഉണ്ടാകണമെന്നും നഗരസഭാ ചെയർമാൻ MK ജയപ്രകാശ് അഭ്യർത്ഥിച്ചു. ഷൊർണൂരിൽ നിന്ന് പാലക്കാട് പട്ടാമ്പി ഭാഗങ്ങളിലേക്ക് പോകുന്ന ബസ്സുകൾ കുളപ്പുള്ളി ബസ് സ്റ്റാൻഡിൽ കയറി വേണം യാത്ര തുടരാൻ. എന്നാൽ ഒറ്റപ്പാലത്ത് നിന്ന് തൃശ്ശൂർ ഭാഗത്തേക്ക് പോകുന്ന ബസ്സുകൾക്ക് കുളപ്പുള്ളി സ്റ്റാൻഡിൽ പ്രവേശിക്കണമെന്നില്ല. ഷൊർണൂർ സ്റ്റാൻഡിൽ കയറിയാൽ മതിയാകും. ഷൊർണൂരിലേക്ക് വരാത്ത എല്ലാ ബസ്സുകളും കുളപ്പുള്ളി ബസ് സ്റ്റാൻഡിൽ കയറി വേണം യാത്ര തുടരാൻ. വൺ വേ സംവിധാനമാണ് ഇവിടെ ഒരുക്കുന്നത്. ബസ് സ്റ്റാൻഡിലേക്ക് കയറുന്ന ഭാഗത്തുള്ള അനധികൃത പാർക്കിംഗ് ഒഴിവാക്കാനും പോലീസിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. മെയ് മാസം 26 മുതൽ കുളപ്പുള്ളിയിലേക്ക് വൺ വേ ട്രാഫിക് സംവിധാനം കൊണ്ടുവരാനായിട്ട് നഗരസഭയുടെ ട്രാഫിക് റെഗുലേറ്ററി കമ്മിറ്റി തീരുമാനിച്ചു. നേരത്തെ അതിൻ്റെ അറിയിപ്പെല്ലാം വന്നതാണ്. അപ്പോൾ 26-ാം തീയതി രാവിലെ മുതൽ പട്ടാമ്പി ഭാഗത്തേക്ക് പോകുന്ന മുഴുവൻ ബസ്സുകളും കുളപ്പുള്ളിയിലെ നഗരസഭാ ബസ് സ്റ്റാൻഡിൽ പ്രവേശിച്ച് വേണം പട്ടാമ്പി ഭാഗത്തേക്ക് പോകും. അതുപോലെ പട്ടാമ്പിയിൽ നിന്ന് വരുന്ന എല്ലാ ബസ്സുകളും കുളപ്പുള്ളി നഗരസഭ ബസ് സ്റ്റാൻഡിൽ കയറണം. പാലക്കാട് ഭാഗത്തുനിന്ന് ഷൊർണൂരിലേക്ക് വരാതെ പട്ടാമ്പിയിലേക്ക് പോകുന്ന എല്ലാ വാഹനങ്ങളും കുളപ്പുള്ളി ബസ് സ്റ്റാൻഡിലേക്ക് കയറണം. ന്യൂസ് സെന്റർ, ഷൊർണൂർ. ഷൊർണൂർ അക്കാദമിക് കൗൺസിലിന്റെ ആഭിമുഖ്യത്തിൽ വിരമിക്കുന്ന അധ്യാപകർക്ക് യാത്രയയപ്പ് നൽകി. വാടാനംകുറിശ്ശിയിലെ BRC ഹാളിലായിരുന്നു യാത്രയയപ്പ് ചടങ്ങ്. ഷൊർണൂർ സബ് ജില്ലയിലെ വിരമിക്കുന്ന 35 അധ്യാപകർക്കാണ് യാത്രയയപ്പ് നൽകിയത്. മുഹമ്മദ് മോഹസിൻ MLA യാത്രയയപ്പ് ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. ഈ കഴിഞ്ഞ കാലങ്ങളിൽ വന്ന വലിയ മാറ്റങ്ങൾക്ക് നേതൃത്വം കൊടുത്ത നല്ല അധ്യാപകരായി ജനങ്ങളുടെ വിദ്യാർത്ഥികളുടെ അംഗീകാരം കിട്ടിയ അധ്യാപികമാരാണ് ഇവിടുന്ന് ഇന്ന് യാത്രയയപ്പ് ഏറ്റുവാങ്ങുന്നത്. തീർച്ചയായിട്ടും അവരെയൊക്കെ തന്നെ മികച്ച പ്രവർത്തനങ്ങൾക്ക് വിദ്യാഭ്യാസ മേഖലയിൽ കഴിഞ്ഞ കാലങ്ങളിലുണ്ടായ വലിയ മാറ്റത്തിന് നേതൃത്വം കൊടുത്തവർ എന്നുള്ള നിലക്ക് ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ്. തികച്ചും അനിവാര്യമായിട്ടുള്ള കാര്യമാണ് വിരമിക്കൽ എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. ഷൊർണൂർ AEO ബിന്ദു അടക്കം വിരമിക്കുന്ന 35 അധ്യാപകർക്കുള്ള ഉപഹാരങ്ങൾ ചടങ്ങിൽ MLA വിതരണം ചെയ്തു. ഓങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രതി ഗോപാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. BPC K വേണു, ശിവദാസൻ, മനോജ്, പ്രദീപ്, രാധ, കുഞ്ഞുമുഹമ്മദ്, നൌഷാദ്, ബിജു,
തുടങ്ങിയവർ സംസാരിച്ചു. വിരമിക്കുന്ന അധ്യാപകർ മറുപടി പ്രസംഗം നടത്തി. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. ഒറ്റപ്പാലം 28 കേരള NCC ബറ്റാലിയനു കീഴിലെ മികച്ച കേഡറ്റുകളെയും സീനിയർ NCC ഓഫീസർമാരെയും ആദരിച്ചു. പട്ടാമ്പി ഗവൺമെന്റ് സംസ്കൃത കോളേജിൽ നടന്ന ചടങ്ങിൽ റിട്ടയേർഡ് കേണൽ സതീഷ് ഗാർഡ് ഓഫ് ഓണർ സ്വീകരിച്ചു. ചടങ്ങിൽ റിട്ടയർഡ് ലഫ്റ്റനന്റ് കേണൽ A. അശോക് കുമാർ മുതിർന്ന പൗരന്മാരെ ആദരിച്ചു. കോളേജ് പ്രിൻസിപ്പാൾ PD ദിലീപ് ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. വലിയ സമയത്തിന് കുട്ടികൾ ഡ്രീമിലായിരുന്നു. നിങ്ങൾക്ക് എല്ലാ ഡ്രീംസും ഉണ്ടാവണം, ഡ്രീം കാണണം, അച്ചീവ് ചെയ്യണം. എനിക്ക് ആ സംശയം പറയാൻ കഴിയും. ഇപ്പോൾ അതുപോലെ തന്നെ മാധവ് ഇപ്പോൾ പറഞ്ഞാൽ രണ്ട് മക്കളുടെ തന്നെ അത്ര അടുത്ത രണ്ട് കുട്ടികളാണ്. അവർ ഡിസിപ്ലിൻ മാത്രമല്ല, അവരുടെ ആ പഠിച്ച വർഷം മാധവ് 5 വർഷം അങ്ങനെ 3 വർഷം പഠിച്ചു. CN ഭവദാസനുണ്ണി അധ്യക്ഷത വഹിച്ചു. റിട്ടയർഡ് NCC ഓഫീസേഴ്സ് ആൻഡ് സിവിലിയൻ സ്റ്റാഫ് റിനോക്സിൻ്റെ ആഭിമുഖ്യത്തിലാണ് 9ാമത് ബെസ്റ്റ് കാഡറ്റ് അവാർഡ് വിതരണവും 80 വയസ്സ് കഴിഞ്ഞ മുൻ NCC ഓഫീസർമാരായ ഓട്ടൂർ ഉണ്ണികൃഷ്ണൻ, ഭവദാസനുണ്ണി, നാപ്പുണ്ണി, ബാലചന്ദ്രൻ, ലക്ഷ്മണൻ മുതലിയാർ എന്നിവരെയും ബെസ്റ്റ് കാഡറ്റുകളായ PTM YHSS എടപ്പലം വിദ്യാർത്ഥി PK റഫ്ഷാൻ റഹ്മാൻ, പട്ടാമ്പി SNGS കോളേജ് വിദ്യാർത്ഥി PM അനഘ, വണികുളം TRK HSSലെ AM റോഷൻ, പള്ളിപ്പുറം PHSലെ M വൈഗ എന്നിവരെ ആദരിച്ചത്. ക്യാപ്റ്റൻ ഡോക്ടർ അബ്ദു പതിയിൽ, ബാലകൃഷ്ണൻ എഴുവന്തല, V ഗോവിന്ദദാസ്, A ഉണ്ണികൃഷ്ണൻ, ഡോക്ടർ A പ്രമോദ്, ചിത്രാമേഘൻ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. പ്രധാന വാർത്തകൾ വീണ്ടും. നിലമ്പൂർ ഉപതിരഞ്ഞെടുപ്പിൽ ശക്തമായ ത്രികോണ മത്സരം ഉണ്ടാകുമെന്ന് BJP സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ. നിലമ്പൂർ തിരഞ്ഞെടുപ്പ് നഷ്ടപ്പെട്ട ദശകത്തിന്റെ ഉദാഹരണം. 9 വർഷം LDF സർക്കാർ ഒന്നും ചെയ്തില്ല. അതിനുള്ള എതിർപ്പായിരുന്നു അൻവറിന്റെ രാജിയെന്നും NDAക്ക് മികച്ച സ്ഥാനാർത്ഥി ഉണ്ടാകുമെന്നും രാജീവ് ചന്ദ്രശേഖർ. വിജ്ഞാന കേരളം പാലക്കാട് ജില്ലാതല കൗൺസിൽ രൂപീകരിച്ചു. കേരളത്തിന്റെ സമ്പദ്ഘടനയെ വിജ്ഞാന സമ്പദ്ഘടനയായി വിപുലപ്പെടുത്തുകയാണ് സംസ്ഥാന വികസനത്തിന്റെ അടുത്ത ഘട്ടമെന്ന് മന്ത്രി MP രാജേഷ്. വിജ്ഞാന കേരളം മുഖേന അടുത്ത 1 വർഷം കൊണ്ട് തൊഴിൽ മേഖലയിൽ അത്ഭുതകരമായ മാറ്റം സൃഷ്ടിക്കാൻ കഴിയുമെന്നും മന്ത്രി. ദേശീയപാത വിവാദം. സുരേഷ് ഗോപിക്കെതിരെ മന്ത്രി R. ബിന്ദു. ദേശീയപാത നിർമ്മാണം കേന്ദ്ര സർക്കാരിന് കീഴിലുള്ള നാഷണൽ ഹൈവേ അതോറിറ്റിയുടെ നിയന്ത്രണത്തിൽ. DPR അട്ടിമറിക്കപ്പെട്ടെന്ന് തൃശൂർ MP ഉൾപ്പെടെയുള്ളവർ പറയുമ്പോൾ അതിന് ഉത്തരവാദികൾ ആരെന്നും ചൂണ്ടിക്കാണിക്കാൻ തയ്യാറാകണമെന്നും മന്ത്രി R. ബിന്ദു. കനത്ത മഴയിൽ പരക്കെ നാശനഷ്ടം. കോട്ടായി മേഖലയിൽ നിരവധി വീടുകൾ തകർന്നു. പിരായിൽ പമ്പ് ഹൗസ് തകർന്ന് കുടിവെള്ള വിതരണം മുടങ്ങി. പഴയന്നൂരിൽ കുഴൽക്കിണർ മോട്ടോറിൽ നിന്ന് ഷോക്കേറ്റ് വയോധികൻ മരിച്ചു. ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിക്കുന്നു. നമസ്കാരം.